തിരുവനന്തപുരം കുറ്റിച്ചലിൽ മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചു. വഞ്ചിക്കുഴി സ്വദേശി രവീന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചെന്നാണ് പോലീസ് പറയുന്നത്. മനീഷ് മഹിബാൽ തിരുവനന്തപുരം നിന്ന്. മനീഷ്, യഥാർത്ഥത്തിൽ മകൻ അച്ഛനെ കൊല്ലുക, അച്ഛൻ മകനെ കൊല്ലുക, അമ്മ മകനെ വെട്ടിക്കൊല്ലുക, മകൻ അമ്മയെ വെട്ടിക്കൊല്ലുക. എന്താ ഈ കേരളത്തിൽ നടക്കുന്നത്? കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കെറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ. ഈ വാർത്ത വെച്ചാ പറയും. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. പിന്നീട് രാത്രി 12 മണിയോടെ രവീന്ദ്രൻ മരിച്ചു. ഈ മകൻ നിഷാദാണ് ഈ അച്ഛനെ ഈ രീതിയിൽ മർദ്ദിച്ചത്. ഇതിന് കാരണം കുടുംബ വഴക്കാണ്. ഇന്നലെ രാത്രി ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ ഡ്രൈവറാണ്, ജീവനക്കാരനാണ് 38 വയസ്സുകാരൻ മകൻ നിഷാദ്. ഇയാൾ ഇന്നലെ രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷം വീട്ടിലെ ഭാര്യയും അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കി. അങ്ങനെ വഴക്കുണ്ടാക്കിയ സമയത്ത് മധ്യസ്ഥതയ്ക്ക് എത്തിയത് അച്ഛൻ രവിയായിരുന്നു. രവീന്ദ്രൻ എന്നാണ് പേര്, വിളിക്കുന്ന രവി എന്നാണ്, 65 വയസ്സാണ്. അദ്ദേഹം ഇടനിലയ്ക്ക് വന്ന് മധ്യസ്ഥ വടിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ മർദ്ദിച്ചു. അങ്ങനെ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസിനെ വിളിച്ചു വരുത്തുന്ന സമയം വരെയും ഇയാൾ ഈ രവീന്ദ്രനെ മർദ്ദിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ നെയ്യാർ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ആ സമയത്ത് തന്നെ എടുത്തു. പിന്നീട് ഗുരുതരാവസ്ഥയിലായ രവീന്ദ്രനെ അടുത്തുള്ള നെയ്യാർ മെഡിസിറ്റിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് രാത്രി 12 മണിയോടെ മരിക്കുകയായിരുന്നു. ഇതിന് കൊലപാതക കുറ്റം, നിലവിൽ പോലീസ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് നെയ്യാർ പോലീസ് അറിയിക്കുന്നത്. സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രിയാണ്. നെയ്യാർ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ചപ്പാത്ത് വഞ്ചിക്കുഴിയിലാണ് ഈ നാടിനെ നടക്കുന്ന സംഭവം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.